അസ്സലാമു അലൈക്കും. ഇത്താത്തയാണ്. നമ്മൾ എത്ര നിസ്കരിച്ചിട്ടും നമ്മൾ എത്ര ഇബാദത്തുകൾ ചെയ്തിട്ടും എത്ര സ്വതക്കുകൾ നൽകിയാലും നോമ്പുകൾ അനുഷ്ഠിച്ചാലും ഇതിൻ്റെ ഒന്നും പ്രതിഫലം നമുക്ക് ലഭിക്കാത്ത 4 വിഭാഗം ആളുകളുണ്ട് കേട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ 4 വിഭാഗം ആളുകളിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിൽ നിന്നും വന്ന് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക കേട്ടോ. ആദ്യത്തേത് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരാണ് കേട്ടോ. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർക്ക് അവരുടെ അമലുകളൊന്നും റബ്ബ് സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, ഭൂമിയിൽ തന്നെ അവർ നാണം കെടുന്ന അവസ്ഥയിൽ പിന്നീട് ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ് കേട്ടോ. രണ്ടാമത്തെ വിഭാഗം ആളുകൾ എന്നുള്ളത് പരസ്പരം വൈരാഗ്യം വെച്ച് പുലർത്തിക്കൊണ്ട് മിണ്ടാതെ നടക്കുന്ന ആളുകൾ. അതായത് 3 ദിവസത്തിൽ കൂടുതൽ ആരെങ്കിലും മിണ്ടാതിരുന്നാൽ മിണ്ടാതിരിക്കുകയും അവർ മരണപ്പെടുകയും ചെയ്താൽ, ഇവരെല്ലാവരും ഒരാളായിക്കോട്ടെ മരണപ്പെട്ടാൽ ഇവർക്ക് 2 പേർക്കും നരകമാണ് ലഭിക്കുക എന്നുള്ളതാണ് കേട്ടോ. എത്ര ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ആരുമായിട്ടും പിണങ്ങിയിട്ട് ഞാൻ ഇരുന്നിട്ടില്ല. കാരണം എനിക്ക് പിണങ്ങിയിരുന്നാൽ വളരെയധികം മനസ്സിന് ചെറിയ രീതിയിൽ എന്തെങ്കിലും സംസാരത്തിൽ പോലും തെറ്റുകൾ പറ്റിയാൽ വേഗം പൊരുത്തപ്പെടിപ്പിക്കും. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഇന്നേ ദിവസം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നാളേക്ക് നമ്മുടെ ആയുസ് ഉണ്ടാവുമോ എന്ന് അറിയില്ല അല്ലേ. അപ്പം നമ്മൾ കഴിവതും നമ്മളിലോ അല്ലെങ്കിൽ അവരിലോ എന്തെങ്കിലും തെറ്റുകൾ ചേർത്ത്, മനുഷ്യരല്ലേ, പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവരിലാണ് തെറ്റ് എങ്കിലും നമുക്ക് സലാം പറഞ്ഞ് ആദ്യം നമുക്ക് സലാം പറഞ്ഞ് ചെല്ലാട്ടോ. അതുപോലെ തന്നെ നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുക്കുകയും ചെയ്യാം. മൂന്നാമത്തെ വിഭാഗം ആളുകൾ കുടുംബ ബന്ധം പുലർത്താത്ത ആളുകളാണ് കേട്ടോ. കുടുംബ ബന്ധം എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അത് നമ്മുടെ മനസ്സമാധാനത്തിനും കൂടി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സമാധാനം ലഭിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരുമായിട്ടും നല്ല രീതിയിലുള്ള ഒരു ബന്ധം പുലർത്തുന്ന ആളുകളാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടാകും എന്നുള്ളതാണ്. അതുമാത്രമല്ല, അള്ളാഹു ഇഷ്ടപ്പെടുകയും നമ്മുടെ അമലുകൾ സ്വീകരിക്കുകയും ചെയ്യും. ഇനി നാലാമത്തെ വിഭാഗം ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്കും അള്ളാഹു അവരുടെ അമലുകളൊന്നും സ്വീകരിക്കില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.